ഈ വെള്ളം മതിയിട്ടാ നമുക്ക് പുതിയ മുളകും തൈ കിളിപ്പിച്ചെടുക്കാനായിട്ട്. ഇന്നിപ്പോൾ എല്ലാവരും മുളക് കഴുകി ഉണക്കിയാണ് പൊടിപ്പിക്കാറല്ലേ. അപ്പോൾ ഇത് കഴുകി ഉണക്കി കഴിയുമ്പോൾ ഈ വെള്ളത്തിൽ ധാരാളം മുളക് കുരുകൾ ഉണ്ടാവും. ഇത് നമ്മൾ വെറുതെ അങ്ങോട്ട് ഒഴിച്ച് ചെരിച്ച് കളയാണ് പതിവ്. ഈ ഒരു വെള്ളം നമുക്ക് കുറച്ചിടം മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ദിവസം കഴിയുമ്പോഴുണ്ടല്ലോ നമ്മൾ ഈ ഒഴിച്ച സ്ഥലത്ത് ധാരാളം മുളകും തൈ മുളച്ചിരിക്കുന്നത് കാണാം. ചട്ടിയിലായാലും നമുക്ക് ഇതുപോലെ തന്നെ പാവാവുന്നതാണ്. അപ്പോൾ ധാരാളം മുളകും തൈ നമുക്ക് മുളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമുക്കിത് പറിച്ച് നടണം. ഒരു മുളകും തൈക്ക് നമ്മൾ 5 രൂപ കൊടുത്ത് മേടിക്കണം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് 10 പൈസ ഇല്ലാണ്ട് തന്നെ ധാരാളം മുളകും തൈകൾ കിട്ടും. അതുപോലെ തന്നെ നല്ല പോലെ മുളകും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിത് നടാനായിട്ട് കുറച്ച് ഏരിയ ഒന്ന് കളച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മുളകും തൈകളൊക്കെ പറിച്ച് കൊണ്ടുപോയി എന്നിട്ട് നമുക്കത് നട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇളക്കി പറിച്ച് ഇങ്ങനെ കളച്ചൊക്കെ നട്ട് വരുമ്പോഴുണ്ടല്ലോ നമ്മളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. നമുക്ക് ആ വീട്ടാവശ്യത്തിനുള്ള മുളകും കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ജൈവ രീതിയിലാണ് കേട്ടോ വളപ്രയോഗങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ആദ്യം വെറുതെ മണ്ണിൽ നട്ട് കൊടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ജൈവവളം ഇട്ട് കൊടുത്തു. പിന്നെ ചാണകപ്പൊടിയും ചാരവും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ചാരം കഞ്ഞിര വെള്ളത്തിൽ പുളിപ്പിച്ച് നട്ട് തെളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ മുളകിന് വരുന്ന കുരുടിപ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ. പിന്നെ ഈ മുഞ്ഞ പോലത്തെ കീടങ്ങളുടെ ആക്രമണം മുളകിന് കൂടുതലാണല്ലോ. അപ്പോൾ അതിന് നമ്മൾ വൈറ്റ് വിനീഗർ ഉണ്ടല്ലോ, ചൊറുക്ക ഒരു 20 ml എടുത്തിട്ട് അതിലൊരു ടീസ്പൂൺ വേപ്പെണ്ണ കൂടി കലർത്തി എന്നിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി എന്നിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വെള്ളപ്പാറ്റയാണ്. വെള്ളപ്പാറ്റയ്ക്ക് നമ്മൾ ജൈവ കീടനാശിനി തന്നെ അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളുടെ മുളക് ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ നിന്ന് പഴുക്കും. അപ്പോൾ ഈ പഴുത്ത മുളകുണ്ടല്ലോ നമുക്ക് പറിച്ചെടുത്തുന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ച് അതൊരു 2 സെക്കൻഡ് തിളച്ച ശേഷം അത് കോരിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എരിവൊന്നും നഷ്ടപ്പെടില്ല. ഇനി ഇത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് വാടിയിട്ടുള്ള കാരണം 2 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ മുളക് ഉണങ്ങണമെങ്കിൽ 10 ദിവസമെങ്കിലും ചുരുങ്ങിയത് വേണം. അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പുമ്മ ആയാലും ഇട്ട് നമുക്ക് ഇതേപോലെ ഉണക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ അടിച്ചിട്ട് പോയിക്കോളൂ.